ഹായ്, ഗുഡ് ഈവനിങ് ബി ടി കേഷ് ഫാമിലീസ്. ഇന്നത്തെ ട്രെയിനിങ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബി ടി സ്മാർട്ടിൽ നിന്നും നമ്മുടെ മെറ്റാബിറ്റി നമുക്ക് റിവാർഡായി കിട്ടുന്നതും അഫിലിയേറ്റ് റിവാർഡായി കിട്ടുന്നതും മെറ്റാബിറ്റി നമുക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അതിനുവേണ്ടി നമുക്ക് BNB ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് BNB എങ്ങനെയാണ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബി ടി സ്മാർട്ടിൽ നിന്നും എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എന്ന് നോക്കാം. അതിന് നമ്മൾ നമ്മുടെ മെറ്റാമാസ്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ BNB നമുക്ക് 752 രൂപ അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് വീഡിയോ എടുത്തത്. അതിന് നമുക്ക് നമ്മുടെ തൊട്ടിപ്പുറത്തെ ബ്രൗസറിൽ ഞെക്കി നമ്മുടെ BT സ്മാർട്ട് അവിടെ ലോഗിൻ ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് വാലറ്റ് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന വാലറ്റ് അഡ്രസ്സ്, അതാണ് നമ്മുടെ വാലറ്റ് അഡ്രസ്സ്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മെറ്റാമാസ്കിലേക്ക് ആ വാലറ്റിൻ്റെ സിമ്പിൾ ഞെക്കുമ്പോഴത്തേക്കും മെറ്റാമാസ്കിലേക്ക് വരും. എന്നിട്ട് BNB നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ റിസീവ് സെൻഡ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണിക്കും. അതിൽ സെൻഡ് എടുത്തു കഴിഞ്ഞാൽ ഫ്രം നമ്മുടെ പേര് കാണിക്കും, നമ്മുടെ അഡ്രസ്സ് കാണിക്കും. 2ൻ്റെ സ്ഥാനത്ത് നമ്മൾ കോപ്പി ചെയ്ത് അത് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പം BNB അവിടെ മുകളിൽ കാണിക്കും എത്രയാണ് സെൻഡ് ചെയ്യേണ്ടത്. മിനിമം നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് 0.01 BNB ആണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഒരു ശകല സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എസ്റ്റിമേഷൻ കാണിക്കും, ഗ്യാസ് ഫീസും ഒക്കെ കാണിക്കും. എന്നിട്ട് നേരെ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ BT സ്മാർട്ടിലെ BNB വാലറ്റിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ സെൻഡ് ചെയ്തത് നേരത്തെ ആൾറെഡി സെൻഡ് ചെയ്തതാണ്. ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. സെൻഡ് ഓപ്ഷൻ കൺഫർമേഷൻ എൻ്റെ വാലറ്റ് ID കാണിക്കുന്നുണ്ട്. 0.01 ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് BT സ്മാർട്ടിലെ ഇൻഫർമേഷൻ മെസ്സേജായിട്ട് നമുക്ക് മുകളിൽ കാണിക്കും, നോട്ടിഫിക്കേഷനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ താഴത്ത് കാണാം ഡിപ്പോസിറ്റ്. ഇന്നത്തെ ഡേറ്റ് കണ്ടോ, 7:51 ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് 0.01 BNB ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം BNB നമുക്ക് ഡിപ്പോസിറ്റ് അവിടെ ചെയ്ത് 0.01 നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിൽ നിന്നാണ് നമുക്ക് ഇനി വിഡ്രോ ചെയ്യേണ്ടത്. ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. അവിടെ ഇപ്പം BT ക്യാഷ് മെറ്റാബിറ്റി 0 ആണ് കാണിക്കുന്നത് കണ്ടോ, 752 താഴത്ത് കാണിക്കുന്നത് 0 ആണ്. നമ്മൾ വീണ്ടും നമ്മുടെ BT സ്മാർട്ട് ഓപ്പൺ ചെയ്യുക. നേരെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും വാലറ്റ് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഓപ്ഷൻസ് കാണിക്കും. ഡിപ്പോസിറ്റ്, വിഡ്രോയിൽ, BT ക്യാഷ് പേ എന്ന് കാണിക്കും. അതിൽ നമ്മൾ വിഡ്രോ ഞെക്കുക. അപ്പോൾ നമുക്ക് താഴത്ത് വാലറ്റ് അഡ്രസ്സ് കാണിക്കും. ഇത് ആൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ ഡിസ്കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വാലറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് വിഡ്രോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് വാലറ്റ് കണക്ട് ചെയ്യിക്കുക. കണക്ട് ചെയ്യിക്കുമ്പോഴത്തേക്കും ഏറ്റവും മുകളിൽ നമ്മളെ മെറ്റാമാസ്കിലെ വാലറ്റുമായിട്ട് ഇത് ലിങ്ക് ചെയ്തുകൊണ്ട് അവിടെ കാണിക്കും, നമ്മുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ കാണിക്കുന്നതായിരിക്കും. കണ്ടോ, മെറ്റാമാസ്കിൻ്റെ ഒരു പടവും ഉണ്ടാവും, താഴത്തെ വാലറ്റ് ID ഉണ്ടാവും. ഇതുണ്ടെങ്കിൽ മാത്രമേ കണക്റ്റ് ആയി എന്നുള്ള ഉറപ്പ് നമുക്ക് വരുത്താൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നേരെ താഴത്തേക്ക് വരിക, മെറ്റാബിറ്റി നമ്മൾ സെലക്ട് ചെയ്യുക. എവിടെ നിന്നാണ്, ഏത് വാലറ്റിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അഫിലിയേറ്റ് വാലറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അവിടെ ഞാൻ മിനിമം നമുക്ക് അയക്കാൻ സാധിക്കുക 1000 ആണ്. വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ നിലവിൽ 1000 ആണ്. ഞാൻ 1000 ടൈപ്പ് ചെയ്തു. സബ്മിറ്റ് ഫോർ പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ഞെക്കുക. സബ്മിറ്റ് ഫോർ പ്രിവ്യൂ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ട് BNB ബാലൻസ് 0.01 താഴത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാം വിശദമായിട്ട് കാണിക്കും. 1000 മെറ്റാബിറ്റി അയക്കുന്ന സമയത്ത് 10 മെറ്റാബിറ്റി നമുക്ക് ട്രാൻസാക്ഷൻ ഫീസായിട്ട് പോയിട്ട് ബാക്കി 990 മെറ്റാബിറ്റി നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിൽ വരും. എന്നിട്ട് താഴത്ത് നമ്മൾ വിഡ്രോ ചെയ്യുക. ഇപ്പം മെറ്റാബിറ്റി നമുക്ക് 0 ആണ് കണ്ടോ, BT ക്യാഷ് മെറ്റാബിറ്റി നമുക്ക് ഇവിടെ 0 ആണ്. നമ്മൾ BT സ്മാർട്ട് കണക്ട് ചെയ്ത് വെച്ചാലും താഴത്തുള്ള ആ 4 ഓപ്ഷനിലെ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് പേഴ്സിൻ്റെ പടമുള്ള അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റാമാസ്കിലെ വാലറ്റ് ക്ലിക്കാവും. ഇത് വെക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പ്രിവ്യൂ കാണിച്ചു. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് OTP നമ്മുടെ ഏത് ഇമെയിലാണോ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ആ ഇമെയിലിലേക്ക് OTP പോകും. 4 അക്ക ഡിജിറ്റ് ആയിരിക്കും. അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മെയിലിൽ പോയിട്ട് ആ OTP എടുക്കുക.
OTP എടുത്താൽ 3605 എന്നുള്ള OTP ആണ് വന്നത്. നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ കൊടുക്കുക. ഇത്തിരി സമയം വെയിറ്റ് ചെയ്യുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിച്ചു. എമൗണ്ട് വിഡ്രോ സക്സസ്ഫുള്ളി. കൈൻഡ് ചെക്ക് യുവർ വാലറ്റ്. ചെക്ക് യുവർ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്കിലെ വാലറ്റ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ട്രാൻസാക്ഷൻ എല്ലാം കാണിച്ചു. ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ വാലറ്റിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ഓപ്ഷനായ പേഴ്സിൻ്റെ ഓപ്ഷൻ നമ്മൾ ആ മെറ്റാമാസ്കിൻ്റെ ഏറ്റവും താഴത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, BT ക്യാഷിൻ്റെ താഴത്ത് 990 എന്ന് പറഞ്ഞ നമ്മുടെ മെറ്റാബിറ്റി റിസീവ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഏത് എക്സ്ചേഞ്ചിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഇവിടെ 2 ബട്ടൺ ഉണ്ടാവും, റിസീവ്, സെൻഡ് എന്ന് പറഞ്ഞ. ഈ സെൻഡ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏത് എക്സ്ചേഞ്ചിലേക്കാണോ കൊണ്ടുപോകുന്നത് ആ എക്സ്ചേഞ്ചിൻ്റെ റിസീവ് അഡ്രസ്സ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത ശേഷം സെൻഡ് ഞെക്കിക്കഴിഞ്ഞാൽ ഈ 990 എന്ന് പറഞ്ഞ നമ്മുടെ മെറ്റാബിറ്റി ആ എക്സ്ചേഞ്ചിലേക്ക് പോകും. അതെങ്ങനെയാണെന്നും അവിടെ കൊണ്ടുപോയി നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള വീഡിയോ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് BNB കാശ് കൊടുത്ത് വാങ്ങുക. അത് വാങ്ങാൻ മെറ്റാമാസ്കിൽ ഇച്ചിരി പ്രോബ്ലമാണ്, KYC ഒക്കെ വേണം. പക്ഷേ ട്രസ്റ്റ് വാലറ്റ് ഉള്ളവർക്കാണെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ട് BNB നമുക്ക് വാങ്ങാം. അതെങ്ങനെയാണെന്ന്